ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. മൂന്ന് കണ്ണൂർക്കാർ ചാനലിന് തന്ന സപ്പോർട്ടിന് 1000 നന്ദിയും സ്നേഹവും ആദ്യം അർപ്പിച്ചുകൊള്ളട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്ലൂലിങ്കിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അത് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഈ ഒരു ഫീച്ചർ എങ്ങനെ ആക്സസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡൗട്ട് ചോദിച്ചപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ടും കൂടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ബ്ലൂലിങ്കിൽ ഒരു യൂസർക്ക് ഷെയർ ചെയ്യാൻ പറ്റും, ബ്ലൂലിങ്ക് ഒരു മെയിൻ യൂസർ യൂസ് ചെയ്യുമ്പോൾ ആ ബ്ലൂലിങ്ക് ഫീച്ചർ എങ്ങനെ വേറൊരു ഫോണിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ബ്ലൂലിങ്ക് എൻറോൾ ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണ് ബ്ലൂലിങ്കിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റുമോ, ഒരു ഫോണിലേക്ക് എങ്ങനെ ബ്ലൂലിങ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് വേണ്ടത് ഒരു പ്രൈമറി മൊബൈലാണ്. ഒരു പ്രൈമറി മൊബൈൽ എന്ന് പറഞ്ഞാൽ ആ മെയിൻ യൂസറിനുള്ള മൊബൈൽ, നമ്മൾ ആദ്യം ഏത് മൊബൈലിലാണോ എൻറോൾ ചെയ്തത് ആ മൊബൈലും, അതേപോലെ സെക്കൻഡറി ഒരു യൂസർ, അതായത് ആർക്കാണോ ഈ ബ്ലൂലിങ്ക് ആപ്പ് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള, അപ്പോൾ ആ മൊബൈലും കൂടിയാണ് ഈ ഷെയറിങ്ങിന് വേണ്ടി ആവശ്യം വരിക. അതായത് മേ ബി അവർ ഒരുമിച്ചുണ്ടാവാം, അല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥലത്താണെങ്കിലും രണ്ട് മൊബൈൽ തമ്മിലുള്ള ഒരു ഷെയറിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഭാവിയിലെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഈ ഷെയറിംഗ് ഓപ്ഷനിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് പ്രൈമറി മൊബൈൽ എന്തായാലും നമ്മൾ ബ്ലൂലിങ്ക് ഇൻസ്റ്റാൾ ചെയ്ത് എൻറോൾ ചെയ്തതായിരിക്കും. സെക്കൻഡറി മൊബൈലിൽ നമ്മൾ എൻറോൾമെന്റ് ചെയ്യുന്ന പോലെ തന്നെ, പ്രൈമറിയിൽ ചെയ്യുന്ന പോലെ തന്നെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് കാർ, ഷെയർ കാർ ഓപ്ഷൻ വരെ എത്തണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഫീച്ചർ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ആദ്യം കാണുന്ന സ്ക്രീന് പ്രൈമറി മൊബൈലിന്റെ സ്ക്രീനാണ്. അതിൽ നമ്മൾ ഈ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം ഫോണാണ് ഷെയറിങ്ങിലുള്ളതെന്ന് കാണാം. ഇപ്പോൾ ഈ ഫോണിലൊന്നും ഷെയർ ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് സെക്കൻഡറി ഫോൺ ഷെയർ ചെയ്യാം. ഈ കാണുന്ന സ്ക്രീന് സെക്കൻഡറി ഫോണിന്റെ സ്ക്രീനാണ്. അതിൽ ബ്ലൂലിങ്കിന്റെ എൻറോൾമെന്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ പേജിൽ എത്തുമ്പോൾ ആഡ് മൈ കാർ, റിക്വസ്റ്റ് ടു ഷെയർ കാർ എന്ന് പറയുന്ന ഈ രണ്ട് ഓപ്ഷനാണ് കാണുക. ഇതിൽ നമ്മൾ ഇനിയിപ്പോൾ റിക്വസ്റ്റ് ടു ഷെയർ കാർ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്തിട്ടാകുമ്പോൾ നമ്മളോട് ടേംസ് ആൻഡ് കണ്ടീഷൻസും അതേപോലെ പ്രൈവസി പോളിസിയും എഗ്രി ചെയ്യാനുള്ള ഒരു പേജ് വരും. അത് എഗ്രി ചെയ്തതിന് ശേഷം ഏതാണോ പ്രൈമറി മൊബൈൽ നമ്പർ ആ നമ്പർ അടിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് റിക്വസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെൻഡ് റിക്വസ്റ്റ് അടിച്ചതിന് ശേഷം പ്രൈമറി മൊബൈലിന്റെ നോട്ടിഫിക്കേഷനിൽ ഒരു പുഷ് മെസ്സേജ് വരും ഇതുപോലെ, അതായത് ഇങ്ങനെ ഒരു പുതിയ യൂസർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് നോട്ടിഫിക്കേഷൻ ബാറിൽ പോയിട്ട് ആ ഒരു മെസ്സേജ് സെലക്ട് ചെയ്താൽ നമുക്ക് അവരുടെ റിക്വസ്റ്റ് ഈ ആക്സെപ്റ്റ് ഷെയർ കാർ എന്ന് പറയുന്ന പേജിൽ കാണാം. അതിൽ വെഹിക്കിൾ സെലക്ട് ചെയ്തിട്ട് ഷെയർ മൈ കാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സെക്കൻഡറി ഫോണിനകത്ത് നമുക്ക് സ്ക്രീനിൽ ദിസ് കാർ ഹാസ് ബീൻ ഷെയർഡ് എന്ന് കാണിച്ചു തരും. അപ്പൊ തന്നെ ക്രെറ്റ എന്ന് പറയുന്ന ഈ വെഹിക്കിൾ സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ സെക്കൻഡറി ഫോണിൽ ബ്ലൂലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഷെയർ ആയി വരികയും ആ സെയിം വെഹിക്കിൾ നമുക്ക് ആക്സസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. നമ്മുടെ പ്രൈമറി മൊബൈലിന്റെ ഈ ഒരു ഓപ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ ഏത് ID ആണോ നമ്മളെ കാർ ഷെയർ ചെയ്യുന്നുള്ളത് ഇതുപോലെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി കാത്തിരിക്കുക. സ്റ്റേ സേഫ്. ബൈ.